എനിക്ക് അവിടുത്തെ മിണ്ടണ്ട അമ്മ. ആ നമുക്കിനി അവരോട് മിണ്ടണ്ട. ലച്ചു, കൊച്ചു പറയുന്നൊക്കെ നീ കേട്ടല്ലോ. നീ അങ്ങനൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. ഞങ്ങളൊക്കെ ഇന്ന് നന്ദി ഇല്ലാത്തവരാണോ? അതിനവക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവള് ഇതെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നല്ലേ. അവൾക്ക് തന്നെ മനസ്സിലാക്കാനുള്ള ബോധവും വിവരമൊക്കെ ഉണ്ട്. കല്ലു, നീ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് വഴക്കുണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാ നല്ലത് കിട്ടുവേ. പോവാ, നീ എന്റെ കൊച്ചിനൊന്ന് തൊട്ട് നോക്ക്, അപ്പ അറിയാ. അല്ലേ, ഇവക്ക് അവളെ ഒന്നും പറയാനുള്ള അവകാശമില്ലേ? ഇവള് കുഞ്ഞമ്മ അവളുടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പാറൂരെ പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ അവളുടെ ചേച്ചിയാ. നീ അവളെ വഴക്ക് പറയാ അടിക്കാറോ ഒക്കെ ഇല്ലയോ? നിനക്ക് അതിനുള്ള അവകാശമുണ്ട്. ഉണ്ട്. അതുപോലെ തന്നെ പാറും കല്ലൂനെ വഴക്ക് പറയുകയും ചീത്ത പറയുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അതിനിവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്റെ കൊച്ചേ? ലച്ചു ചേച്ചി, എന്തോന്നത് നൈസിൽ രണ്ടുപേരും കൂടെ ഒരു ചിപ്സിന്റെ പേരും പറഞ്ഞ് അടി ഉണ്ടാക്കി ഇറങ്ങിയാണ്. லெச்சு உனக்கு வேணா நானே போய் சிப்ஸ் எடுத்து கொண்டு தரேன். அவ்வளவுதானே. ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ ചിപ്സ്. ഇപ്പൊ ഗൗരിയമ്മ അവിടെ ഇരുന്ന് തിന്നു വെക്കും. നമുക്ക് വേണ്ട അമ്മ. നമുക്കൊന്നും വേണ്ട. ചേച്ചിയെ ഞങ്ങള് വിളിച്ചല്ലേ, എന്നിട്ട് ചേച്ചി വന്നില്ലല്ലോ. വരാൻ ഇത്ര ലേറ്റ് ആയി പോയതും പറഞ്ഞ് ചിപ്സ് ഒക്കെ അങ്ങനെ തീർക്കണത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. ഞങ്ങള് തീർത്തില്ലല്ലോ, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അവിടെ വച്ചിരുന്ന ഒരാള്. അമ്മ ആണോ? അമ്മ കൊടുക്കമ്മ. കണ്ടാ ഇവിടെ മനസ്സിരിപ്പ് കണ്ടാ? ഞാനേ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളൊന്നും പഴയതുപോലെ അല്ല. എന്നെയും കല്ലൂനെയൊക്കെ ഉണ്ടല്ലോ പുറത്തുള്ളവരൊക്കെ ട്രീറ്റ് ചെയ്യണ പോലെയാണ് ട്രീറ്റ് ചെയ്യണത്. ഞങ്ങൾക്ക് ഉൾപ്പണത്തുള്ളതാണല്ലോ, അതുകൊണ്ടായിരിക്കും. റൂട്ട് മാറ്റി തുടങ്ങി. ഇനി സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ എന്റെ വായ മുച്ചിട്ടുണ്ടായിരിക്കുന്നതാണ് നല്ലത്. லெச்சு இப்ப வாமா, நம்ம போய் டீ குடிக்கலாம். கௌரி உனக்காக வெயிட் பண்ணிட்டு இருக்கா. ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ട. ഗൗരിയമ്മ കണക്കിന് പറഞ്ഞേ. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാരും നമ്മളെ കണക്കിന് പറയും കല്ലു. ഓ, നീ ആരെ ഒന്നും പറയാത്ത മാത്രം. ഒന്ന് മിണ്ടായിരിക്കും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി. അതെ, നിനക്കേ എന്റെ അടുത്ത് പണ്ട് തൊട്ടേ ദേഷ്യമാണ്. അതിന്റെ കാരണം എനിക്ക് ഇന്ന് അറിയണം. എന്റെ അടുത്ത് ദേഷ്യമാണ് അമ്മ. ആണോ? എന്റെ ആടോ എനിക്ക് അറിയണം. ഡേ കുട്ടിക്കുരിപ്പേ, നീ എന്താണ് നിന്റെ അമ്മയുടെ പുറകെ ഓരോന്നും പറഞ്ഞ് എരികേറ്റി കുത്തിച്ചാടി കിടക്കണത്? എന്റെ അമ്മയുടെ പുറകെ എല്ലാണ്ട്, വേറെ ആരുടെ പുറകെ നടക്കും? ഓ, അമ്മയും മോളും കച്ചവട്ടി ഇറങ്ങിയേക്കുവാന്നോ? അതെ. என்ன லெச்சு, நம்ம எல்லாருமா சேர்ந்து சிப்ஸ் உண்டாக்கணும். அது நம்ம எல்லாருமா சேர்ந்து சாப்பிட்டா தானே சந்தோஷம். நீ மட்டும் சாப்பிடாம இருந்தா ரொம்ப வருத்தமா இருக்கு. வாமா. ரொம்ப വരുത്തമാ ഇருக்கு അല്ലേ ആന്റി? ഞാനിവിടെ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുക. ആന്റി പഴയതുപോലെയൊന്നും അല്ല, നല്ലോണം മാറിയിട്ടുണ്ട്. ആന്റി ഇപ്പൊ ഇവിടെ വല്ല ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാം പിള്ളേരെ വിളിച്ചിരുത്തി കൂടെ നിർത്തി ടീച്ചിപ്പിക്കും. എന്റെ അടുത്തും കല്ലൂവിന്റെ അടുത്തും കഴിച്ചോന്ന് പോലും ചോദിക്കാറില്ല. ஐயோ லெச்சு, நீ என்னெல்லாம் சொல்ற? സത്യം തന്നെ പറയണത്. അല്ലല്ല, ശരി നിക്കട്ടെ. നിങ്ങളുടെ അടുത്ത് കഴിച്ചോന്ന് പോലും ചോദിക്കാറില്ലെന്ന് പറഞ്ഞ് ഈ കഴിക്കാൻ പാ ലച്ചു, കഴിക്കാൻ പാ കല്ലെന്ന് പറയുമ്പോ അമ്മയും മോളും എന്താണ് പറയാറ്? അയ്യോ വിശക്കണില്ല, അയ്യോ വേണ്ട, എന്നിട്ട് ഇപ്പൊ ഡയലോഗ് അടിക്കില്ലേ? പിന്നെ ഡയലോഗ് അടി, വേറെ ഓരോരോ പൊട്ട ന്യായം ഒന്നും പറയല്ലേ യേശു. ഞങ്ങൾക്ക് പറയാൻ ഞങ്ങളുടെ കയ്യിൽ ന്യായമെങ്കിലും ഉണ്ട്. ചേച്ചിയുടെ എന്ത് തേങ്ങയുണ്ട്? അമ്മ എന്നെ ആദ്യം കഴിക്കാൻ വിളിക്കയില്ലേ അമ്മ? കണ്ടാ, സത്യങ്ങളൊക്കെ പുറത്തു വരുന്ന കണ്ടാ? പിള്ള മനസ്സിൽ കള്ളമില്ലടാ. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങളുടെ വായം കടപ്പി. പാറുവേ, ചേച്ചി എന്തോന്ന് ചേച്ചി കൊച്ചിനടുത്ത് കയറണേ? ചേച്ചി ഒന്ന് അടങ്ങി. ചേച്ചി കയറിപ്പോയെ ശരിയാവില്ലെങ്കിൽ കയറിപ്പോയി. ചേച്ചി കേറിപ്പോ ചേച്ചി, ഇറങ്ങിപ്പോ ചേച്ചി. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെയും കല്ലൂനെ എന്തിനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ അകറ്റി നിർത്തുന്നേന്ന്. ആ, നിന്നെ ഇങ്ങോട്ട് ഇന്നെ അകറ്റി നിർത്തിയിട്ടെ അമേരിക്കയിലോട്ട് പറഞ്ഞു വിടാന്. ഞാൻ ഇവിടെ നിന്നാൽ ചിലപ്പോ നിനക്ക് കൈനീട്ടം വല്ലതും തന്നു പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാനും പോകും. ഇവിടെ നിന്നാ ശരിയാ. അമ്മ മോളും കൊള്ളാം. ചില്ലൂർ കൊണ്ട് നിൽക്കുമ്പോലെ നിൽക്കുകയാണ്. ഞാൻ പോണു. ഇതൊക്കെ കേട്ടിട്ട് അമ്മ മിണ്ടാതിരിക്കുക. ഇട്ടെടുക്കലേ അമ്മ? പോയി ചോദിക്കാം. ബാ വാ. என்னோட மதுரை மீனாட்சி அம்மா, என்னெல்லாம் இங்க நடக்குது? ஒண்ணுமே புரிய மாட்டேங்கிறது. എന്തൊരു സ്വഭാവമാടാ ഇത്? അമ്മൂമ്മ മൈൻഡ് ചെയ്യണ്ട അമ്മൂമ്മ, അതങ്ങ് വിട്ടേക്ക്. എന്തിനാണെന്ന് പറഞ്ഞിട്ട് പോട്ട്. അങ്ങനെ വിടാനൊന്നും പറ്റത്തില്ല. അമ്മൂമ്മ നല്ല കണക്കിന് പറയണം. അമ്മൂമ്മയെ കൊണ്ട് അത് പറ്റുമോ? ഏ
ചോദിച്ചിട്ടൊന്നും മിണ്ടാത്ത? എന്റെ അമ്മ അതിനെന്തോ ചോദിച്ചേ? എന്തോ ചോദിച്ചേ? അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കമ്മേ. ചോദിക്കാനൊന്നുമില്ല, പറഞ്ഞാ മതിയാ. പറയാനാണെങ്കിൽ കൊറേ ഉണ്ട്. അതെ, ഞാൻ ഈ വീട്ടിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും യാതൊരു വിലയില്ലല്ലോ. അതേസമയം നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറയുകയും ചെയ്യും. ആ എന്താ അങ്ങനെ? നിങ്ങളെന്തോ എന്റെ അമ്മേനെ പോയിച്ച് പറയാത്തെ? നിന്റെ അമ്മ ഞങ്ങള് പുകച്ചൊരു പറച്ചില് പറയുന്നുണ്ട്. നിന്റെ അമ്മയെ പോയിട്ട് പറയാനേ ഞങ്ങൾക്ക് സൗകര്യമില്ല. ഈ അമ്മുമ്മയാണ് മെയിൻ പ്രശ്നക്കാരി. ഞാൻ ഈ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ അമ്മുമ്മയുടെ മുഖമൊക്കെ കാണണം. എന്തോ 10 പവന്റെ സ്വർണ്ണം നഷ്ടപ്പെട്ട പോലെയാ. അതേ സമയത്ത് ഞാൻ കുഴിപ്പുറത്ത് പോവാണെങ്കിലോ ഇവിടെ ഒച്ചപ്പാടും ബഹളവും കളിയും ചിരി എല്ലാം ആണ്. ചേച്ചി കഴിഞ്ഞ ദിവസം കുഴിപ്പുറത്ത് പോയപ്പോ അമ്മുമ്മയുടെ കൈകൊട്ടി കളി ഉണ്ടായിരുന്നു. എനിക്കറിയാം അമ്മുമ്മ കൈകൊട്ടി കളിക്കൂന്ന്. എന്റെ ലച്ചു നിനക്ക് എന്തോന്നാണ്? അമ്മുമ്മ ഉണ്ടല്ലോ അമ്മനെ പറ്റി ഏറ്റവും കൂടുതൽ പറയുന്നേ ഗൗരി അമ്മുമ്മയാ. ഞാൻ എന്തോന്ന് പറഞ്ഞത് മക്കളെ? അതൊന്നും ഇവിടെ പറയാൻ കൊള്ളൂല. പറയുന്നവര് പറയട്ടെ മോളെ, കുഴപ്പമില്ല. ഇതൊക്കെ തന്നെ നമ്മുടെ വിധി. ഒടുക്കത്തെ വിധി ഒട്ടുകാരില്ല. എന്താ നാണം കെട്ടവനെ? നിനക്ക് ഇച്ചിരെങ്കിലും ഉളുപ്പുണ്ടോടാ? നീ എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൊട്ടും പൊടിയൊക്കെ മേടിച്ചാൽ ജീവിക്കണത് എന്തിന്? ഈ ഇട്ടേക്കുന്ന ഉടുപ്പ് വരെ ഞാൻ മേടിച്ചു തന്നതാ. അമ്മയുടെ ചട്ടി വരെ അമ്മ മേടിച്ചു തന്നെയാ അല്ലേ മാമ? ഈ കുട്ടിക്കുരുവിനെ ഉണ്ടല്ലോ ഞാൻ അമ്മയും മോളും കൂടെ കുറെ നേരം തുടങ്ങിട്ട് കളിക്കില്ല. നീ കളിക്കണ എന്തേ സത്യം പറയുമ്പോ പിടിക്കണില്ലേ? അയ്യാ വലിയൊരു സത്യം പറഞ്ഞാരി അമ്മ പറയണ കറക്റ്റാണ്. അമ്മൂമ്മ ലച്ചു എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 10 പേരെടുത്തെങ്കിലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ട് നടക്കും. ഞാനത് എപ്പോ പറഞ്ഞടാ? അമ്മൂമ്മ എപ്പോഴേ പറഞ്ഞല്ലോ, അതൊന്നും ഓർമ്മയില്ല. ഞാൻ പറഞ്ഞായിട്ട് ഓർക്കുന്നില്ല. അമ്മൂമ്മ പറയുന്ന എല്ലാം മഹത് വചനങ്ങളാണ്. ഈ ഭിത്തിയിൽ എഴുതി വെക്കേണ്ടത് ഭവാനി 12:10. എന്തായാലും കൊള്ളാം. ഈ നിസാര കാര്യത്തിനാണ് അമ്മയും മോളും കൂടി ഇവിടെ കിടന്ന് തിത്തേ കളിക്കണം. ഡേയ് സമ്മയിച്ച് നീ തന്നെയാണ് ഇവിടെയുള്ള എല്ലാ കാര്യവും നോക്കണം. ഇനിയെങ്കിലും ഒന്ന് അടങ്ങൂ. അമ്മക്കെല്ലാം അറിയണോ? ഏകദേശം ശർക്കരയില്ലേ? ഡേയ് കൊച്ചിന്റെ വായിൽ വല്ല പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചാണ്. അവള് പറയും. കാരണം എന്താണെന്നറിയോ? പിള്ള മനസ്സിൽ കള്ളമില്ല. ഓ കള്ളം പറയാത്ത ഒരാള്. ഇവിടെ വാ തുറക്കുന്ന 2 കാര്യത്തിന് മാത്രമാ, കഴിക്കാനും പിന്നെ കള്ളം പറയാൻ. നീ പോടി കള്ളി. ഒന്നും പറയാൻ പാടില്ല. അമ്മേനെ കള്ളിന്ന് വിളിച്ചമ്മ. ഞാൻ പറയാറില്ലേ? അപ്പൊ നീയല്ലേ കുഞ്ഞമ്മ 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 എന്ന് പറഞ്ഞ് പുറകെ നടക്കണത്? ചോദിച്ചോ. അനുഭവം കിട്ടിയാലേ പഠിക്കാൻ പറ്റൂ അല്ലേ അമ്മ? അതെയല്ലോ, അനുഭവം കിട്ടിയാലേ പഠിക്കാൻ പറ്റുള്ളൂ. കണ്ടമ്മ കണ്ട, രണ്ടിന്റെ മനസ്സിലിരിപ്പ് പുറത്തു വന്ന കണ്ട. അയ്യോ, അങ്ങനെ പുറത്തേക്ക് മൊത്തം വന്നിട്ടില്ല അമ്മായി. അമ്മുമ്മയൊക്കെ അമ്മായിനെ പറ്റി പറയുന്ന കേക്കണം. അതിന്റെ 10-1 പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി പറയാനും പോണില്ല. നീ എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? അവളെ ആണ്ട് പറഞ്ഞു നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? അമ്മ ഇപ്പൊ എനിക്ക് മനസ്സിലായ ഞാൻ ഇങ്ങോട്ട് വരെ കുട്ടമണത്തിക്കുന്ന കാര്യം. കുഴിപ്പളത്ത് നിൽക്കുന്നത് തന്നെയാ മക്കളെ നല്ലത്. അമ്മല്ലേ എപ്പോഴും പറമടയും പറഞ്ഞു ഓടുന്നത്. അതിന്റെയാ മക്കളെ അമ്മ ഇവിടെ കിടന്ന് അനുഭവിക്കണത്. അനുഭവിച്ചോന്ന് പോലും പറയാറിഞ്ഞൂടാ. കുട്ടിക്കുരി പോരെണ്ണം വേറെണ്ണം അതിലും വലുത് കുറെ ആയല്ലേ രണ്ടും കൂടെ. കയറി അങ്ങ് പോണ് അവിടെ പോണ്.